നമ്മൾ പല വാറുകളെ പറ്റി കേട്ടിട്ടുണ്ട്, കോൺഫ്ലിക്റ്റുകളെ പറ്റി കേട്ടിട്ടുണ്ട്. വിയറ്റ്നാം വാറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ല പഠിച്ചിട്ടുണ്ട്. അഫ്ഗാൻ വാർ നമ്മൾ കണ്ടിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ്, അതായത് പഴയ ഇറാഖ് വാർ, ഗൾഫ് വാർ. പക്ഷെ ആ വാറിൽ നിന്നും ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് കഴിഞ്ഞ 40-47 വർഷം സാങ്ഷൻ ഉണ്ടായിരുന്ന രാജ്യമാണ് ഇറാൻ. ആ ഇറാനിൽ ചൈനയുടെ അതേപോലെ റഷ്യയുടെയും സഹായത്തോടുകൂടി, ടെക്നോളജിയോടുകൂടി അവർ ഡെവലപ്പ് ചെയ്ത മിസൈല്. കാരണം ഈ രാജ്യത്തിൻ്റെ അകത്ത് പല സാങ്ഷൻ ഉണ്ടായിരുന്നു, പല ഉപരോധം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ ദുബായ് ഒക്കെ വരുന്നതിന് മുമ്പ് വളരെ മോഡറേറ്റ് രാജ്യമായിരുന്നു ഈ പറയുന്ന ഇറാൻ. എല്ലാ രീതിയിലും, സയൻസ് ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും ആർട്ടാണെങ്കിലും കൾച്ചറാണെങ്കിലും ജനങ്ങളാണെങ്കിലും. അവിടുന്നാണ് ഷിയ ഭരണകൂടം അതിനെ മുഴുവനും മാറ്റിയെടുത്ത് അതിനെ പഴയ രീതിയിലാക്കിയെടുത്ത്. അപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ഇൻഫ്രാസ്ട്രക്ചറും അതൊക്കെ അവർ വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് അവർ കൊണ്ടുപോയി. ഈ വാറുമായി ഏകദേശം 35-37 ദിവസമാകുന്ന വാറ്. അതായത് അമേരിക്കയും ഇസ്രായേലും ജോയിൻ്റ് ആയിട്ട് ഇറാൻ്റെ ന്യൂക്ലിയർ അത് കംപ്ലീറ്റ് മാറ്റണമെന്നും പറഞ്ഞ് നടക്കുന്ന വാറ്. ഇറാൻ പൂർണ്ണമായിട്ടും ഇത് ഹോസ്റ്റൈൽ കണ്ടീഷനിലോട്ട് ഇതിനെ കൊണ്ടുവന്നു. ഹോർമുസ് സ്ട്രെയിറ്റ് കടലിടുക്ക് അത് പിടിച്ചെടുക്കുന്നു. അതോടുകൂടി ഗ്ലോബലായിട്ട്, അതായത് സിസ്റ്റമാറ്റിക് അല്ല, നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഗ്ലോബൽ എക്കോണമിയെ മാത്രമല്ല ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തെ, അതായത് ഗ്യാസ് ഇല്ല എന്ന് പറയുന്നൊരു സാധാരണക്കാരൻ്റെ ജീവിതമാണ്, പെട്രോൾ ഇല്ല എന്ന് പറയുന്നൊരു സാധാരണക്കാരൻ്റെ ജീവിതമാണ്. അപ്പോൾ അതിനെ വരെ ഗ്ലോബലായിട്ട്, ഞാൻ ഈ പറയുന്ന സ്പെസിഫിക് ആയിട്ട് ഒരു രാജ്യത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ഗ്ലോബലായിട്ട് ഇതിൻ്റെ വില കൂടി ഇതിനെയപ്പം ഓരോ ആളുകളുടെയും ജീവിതത്തിലോട്ട് ബാധിക്കാൻ തുടങ്ങി. അപ്പം അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സെക്കൻഡ് ഫേസിലോട്ടാണ് കടക്കുന്നത്. നമ്മൾ ഈ മനസ്സിലാക്കേണ്ടതാണ്, നേരത്തെ ഉള്ള വാറുകളുടെ അകത്തൊന്നും ഈ അമേരിക്കയാണെങ്കിലും ഇസ്രായേലാണെങ്കിലും അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവരുടെ കീ ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. അതായത് അവരുടെ ഓയില്, നാച്ചുറൽ ഗ്യാസ്, അതേപോലെ തന്നെ പവർ പ്ലാന്റ്, ഇതിനൊന്നും അറ്റാക്ക് ചെയ്തില്ല. കാരണം അത് സാധാരണ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 15,000-ഓളം ഹിറ്റുകളാണ് ജോയിൻ്റ് ആയിട്ട് ഇസ്രായേലും അമേരിക്കയും അവിടെ നടത്തിയിരിക്കുന്നത്. മനസ്സിലാക്കുക, 15,000-ൽ പരം ഹിറ്റുകൾ. അപ്പോൾ ആ ഹിറ്റുകൾ അവിടെ വരികയും ഇതിനീ പറയുന്ന പോലെ ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ, അതായത് പട്ടാളക്കാർ IRGCയുടെ ടോപ്പും എല്ലാം ഏകദേശം 250-ഓളം പേരാണ് കംപ്ലീറ്റ് ആയിട്ട് കൊല്ലപ്പെട്ടു പോയത്. ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ, അതായത് കൊല്ലപ്പെട്ട അലി ഖമനായി, അദ്ദേഹത്തിൻ്റെ മകനായ മുസ്തഫ ഖമനായി, അദ്ദേഹം പോലും ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. അല്ലെങ്കിൽ വളരെ സീരിയസ്ലി ഇൻജോർഡ് ആണ്. എന്തൊക്കെയോ ഓഡിയോ ശബ്ദവും പല സ്റ്റേറ്റ്മെൻറ്റും വരുന്നു എന്നല്ലാതെ പബ്ലിക് സ്റ്റേജിൽ ഈ പറയുന്ന മുസ്തഫ ഖമനയെ എവിടെയും കാണിച്ചിട്ടില്ല. അപ്പം ഇതെല്ലാം കൂടെ നിൽക്കുന്ന സമയത്താണ് മനസ്സിലാക്കണം, കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ ഉണ്ടായ ഡെവലപ്മെൻ്റാണ് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ. അതായത് ട്രംപിൻ്റെ പ്രസ്താവനയുണ്ട്. ട്രംപ് പറഞ്ഞു ഇറാനെ തുടച്ചു നീക്കുക എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹോർമുസ് തുറന്നില്ല എങ്കിൽ, അതായത് ഡീല് സൈൻ ചെയ്യുന്നില്ല എങ്കിൽ. ഈ സന്ദർഭത്തിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായി. അതായത് അമേരിക്ക അതേപോലെ ഇസ്രായേലും ഇറാനിലുള്ള ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, അവിടെ അവരുപയോഗിക്കുന്ന ട്രെയിൻ, അതായത് മനസ്സിലാക്കൂ, ഇറാനിയൻ ട്രെയിൻ എന്ന് പറയുന്നത് ഏകദേശം 12,000 കിലോമീറ്ററാണ്. കംപ്ലീറ്റ് ആയിട്ട് റെയിൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 12,000 കിലോമീറ്റേഴ്സാണ്. അതിൻ്റെ അകത്ത് അതായത് 9,000 കിലോമീറ്റർ ആക്റ്റീവാണ്. അതായത് പല സിറ്റികളിലോട്ടും ടെഹ്റാനെയും പലയിടത്തും കണക്ടിവിറ്റിയാണ് ഈ പറയുന്ന 9,000 കിലോമീറ്റർ. അപ്പോൾ ആ ട്രെയിൻ സർവീസിൽ വരാൻ പോകുന്ന 12 മണിക്കൂറിനുള്ളിൽ ഇറാനിയൻസ് ട്രെയിൻ യൂസ് ചെയ്യരുത് എന്ന് ഇസ്രായേൽ അവർക്ക് താക്കീത് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളത് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അതേപോലെ തന്നെ ഇറാനിലെ പവർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നവരോട് അമേരിക്കയും പറഞ്ഞിരിക്കുകയാണ്, പവർ സ്റ്റേഷനിൽ നിന്ന് മാറി നിൽക്കുക, അതായത് സിവിലിയൻ ഡെത്ത് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്, ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. അതേപോലെ ഇറാനിൽ ഏകദേശം 256-ഓളം ബ്രിഡ്ജസ് ഉണ്ട്, പ്രധാനമായിട്ടും കണക്ടിവിറ്റി. നമ്മൾ 256 എന്ന് പറയുന്നത് അവിടെ ഹൈവേയും റോഡുമായി ബന്ധപ്പെട്ട ബ്രിഡ്ജുകളാണ്. ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഏകദേശം 67 പ്രധാനപ്പെട്ട ബ്രിഡ്ജുകളുണ്ട്. പിന്നെ ചെറുതും വലുതുമായിട്ട് ഏകദേശം 1000-ഓളം ബ്രിഡ്ജുകളുണ്ടെന്നാണ് പറയുന്നത്.
അവരോടും പറഞ്ഞിരിക്കുകയാണ്, ബ്രിഡ്ജിൻ്റെ ജോലിയും പരിപാടികളൊക്കെ നോക്കുന്നവരോടും റെയിൽവേ ഉദ്യോഗസ്ഥരോടും പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ മാറിയിരിക്കുക. ഇതാണ് സ്ഥിതി. ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ കൗണ്ടർ മെഷർ ഇറാൻ പറയുന്നത് അവർ വല്ലാത്ത രീതിയിൽ ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലും, കാരണം ഇതുമായിട്ട് ഈ വാറിൽ ഹോർമുസ് തുറക്കുന്ന വാറുമായിട്ട് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. സൗദി അറേബ്യ ലിറ്ററലി ഈ വാറിനകത്ത് ജോയിൻ ചെയ്യാൻ തീരും. കാരണം ഈ രണ്ട് രാജ്യങ്ങളിലെ ലൈഫിലെയാണ് ഈ ഹോർമുസ് എന്ന് പറയുന്നത്. ഇത് അടച്ചു കഴിഞ്ഞാൽ സംഭവം മാറും. അറിയാൻ സാധിക്കുന്ന ചില വെബ്സൈറ്റുകളിൽ കൂടെ ഖത്തർ ആണെങ്കിലും അവരുടെ ഗ്യാസ് പ്രൊഡക്ഷൻ ആണെങ്കിലും, അതേപോലെ തന്നെ സൗദി അറേബ്യ, UAE, അബുദാബിയിലും മറ്റുള്ള പല ഭാഗത്തും, ബഹ്റിൻ, അവരോടൊക്കെ അവിടെ ജോലി ചെയ്യുന്ന പല മലയാളികളുണ്ട്. അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു അറിയിപ്പുണ്ടാകുന്നിടം വരെ ഗ്യാസ് സ്റ്റേഷൻ, അതായത് ഗ്യാസ് പ്രൊഡക്ഷൻ മേഖലയിൽ വരണ്ട, റിഫൈനറിയിൽ വരണ്ട. കാരണം ഇവർ ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. കാരണം അവർക്കറിയാം ഈ ഇറാൻ അതിൻ്റെ റിറ്റാലിയേറ്ററി ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതേപോലെയുള്ള അറബ് രാജ്യങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിലായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. അതേപോലെ പോർട്ടുകളെ ടാർഗറ്റ് ചെയ്യും, എയർപോർട്ടുകളെ ടാർഗറ്റ് ചെയ്യും. കാരണം വാറിൻ്റെ അകത്ത്, കാരണം അവൻ്റെ വെടിതീരുകയാണ്. അപ്പോൾ വെടിതീരെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാരണം, അങ്ങനെ ഇരിക്കുന്ന ഒരു ഇറാൻ ഏകദേശം 50 വർഷം 60 വർഷം പോയി കഴിയുമ്പോൾ എന്താണ് സ്ഥിതി ഉണ്ടാകുന്നത്? അതിൻ്റെ ലക്ഷണമാണ് ഇന്നലെ ഇസ്രായേൽ ചെയ്തൊരു പരിപാടി. അതായത് ഇറാൻ്റെ പ്രധാനപ്പെട്ട 3ഓളം എയർപോർട്ടുകൾ, പ്രധാനപ്പെട്ട അവിടെയാണ് ഇൻ്റർനാഷണൽ ഈ വലിയ വലിയ എയർക്രാഫ്റ്റുകൾ വരെ, ഡൊമസ്റ്റിക് ഉണ്ട്, ഇൻ്റർനാഷണൽ ഉണ്ട്. കാരണം ടെഹ്റാൻ എയർപോർട്ടിൽ ഓപ്പറേഷൻ നടത്താൻ പറ്റുന്നത് അത് അടിച്ചു പൊളിച്ച് ഊരകളഞ്ഞു. അപ്പോൾ ഈ 3ഓളം എയർപോർട്ടുകൾ ഇന്നലെ രാത്രി ഇസ്രായേൽ ബോംബ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞു. റൺവേയും മറ്റുള്ള പരിപാടികളും മുഴുവനും, അതിൻ്റെ എയർ ട്രാഫിക് കൺട്രോൾ ഇത് മുഴുവനും ഈ 3ഓളം എയർപോർട്ടുകൾ നശിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ആ എന്തിനാണ് നശിപ്പിച്ചത് 3ഓളം എയർപോർട്ടുകൾ? ചോദ്യചിഹ്നമാണ്. ഇറാനിൽ ഭയങ്കരമായിട്ട് മെഡിസിൻ്റെയും ഈ ചില ഹ്യൂമനിറ്റേറിയൻ ക്രൈസിസ് ഭയങ്കരമായിട്ട് വന്നു. കാരണം മെഡിസിൻ ഇല്ലാതെ ഫാർമ കമ്പനിക്ക് ബോംബ് ചെയ്തു, ചില പട്ടാളത്തിൻ്റെ കീ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിന് ബോംബ് ചെയ്തു, ഇറാനിയൻ പട്ടാളത്തിൻ്റെ. ആ സമയത്ത് ഇന്ത്യ ഉൾപ്പെടെ റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഈ എയർപോർട്ടിലാണ് ഇറാന് സഹായം വന്നിരിക്കുന്നത്. അതാണ് കാരണം. അതായത് ഇവരിത് അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ, അതായത് അവർ ഇറാൻ്റെ ഗ്യാസ് ലൈൻ, അതായത് മനസ്സിലാക്കുക, പവർ ഉൽപ്പാദനം ഏകദേശം 90% ഗ്യാസ് ബേസ്ഡ് ആണ്. പിന്നെ കുറച്ച് തെർമൽ ബേസ്ഡ് ഉണ്ട്. അത് റിമോട്ടായിട്ടുള്ള ചില വില്ലേജുകളിലാണ്. അവിടെ വരെ ഈ പവർ ഗ്രിഡ് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ പേരിലാണ്. അതേപോലെ തന്നെ റഷ്യൻ ജോലിക്കാർ 196 പേരുണ്ട്. ഇഷ്ഫഷാൻ അവിടെയുള്ള അവരോടും പറഞ്ഞു, ആ ന്യൂക്ലിയർ പ്രോജക്റ്റിലെ പവറുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് പിന്മാറാൻ പറഞ്ഞു. അതായത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ 50 വർഷം പുറകിലോട്ട് കൊണ്ടെത്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഇറാനിയൻ ഭരണകൂടം ജനങ്ങളുടെ കൂടെ അല്ല നിൽക്കുന്നത്. കാരണം ഈ മതമാണ് അതിനെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ കുടിവെള്ളമില്ലാതാകും, ആഹാരം, ട്രാൻസ്പോർട്ടേഷൻ. കാരണം ഇറാൻ എന്ന് പറഞ്ഞ സിറ്റിയാണ്. അവരുടെ മറ്റുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ആഹാരം കൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ, ബ്രിഡ്ജുകൾ തകർന്നു പോകും. ഗ്യാസ് ഇല്ല, ഡീസലില്ല, പെട്രോളില്ല, പിന്നെ എങ്ങനെ വണ്ടികൾ ഓടുന്നത്? അതായത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇറാനെ 50-60 വർഷം ഒരു 4-5 ദിവസത്തിലോ അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ പുറകോട്ട് പോകുമ്പോൾ മറ്റുള്ള രാജ്യക്കാർ സഹായിക്കാതിരിക്കാൻ വേണ്ടിയാണ് എയർപോർട്ട് അടിച്ചിട്ടിരിക്കുന്നത്. കാരണം പിന്നെ ഇറാൻ നിവൃത്തിയില്ലാതെ പറയും, ഈ അമേരിക്കയോടും ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളോടും ആവശ്യപ്പെടും ഈ സാധനങ്ങൾ തരാൻ, അതായത് മരുന്ന് തരാനും ആഹാരം തരാനും കുടിവെള്ളം തരാനും ആവശ്യപ്പെടും. അതുകൊണ്ടാണ് ഇറാൻ്റെ സീ പോർട്ടുകൾ വരെ അടിച്ചിട്ട് ഊരക്കളഞ്ഞ്. കർഗ് ഐലൻഡിൽ മാത്രം തൊട്ടിട്ടില്ല. കാരണം അത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, ഇതിൻ്റെ ബില്ല് മുഴുവനും കർഗ് ഐലൻഡിൽ ഓയിൽ വിറ്റ് അമേരിക്ക അതിൻ്റെ നേട്ടം ഉണ്ടാക്കും. ചിലപ്പോൾ അവസാനം ചിലപ്പോൾ കർഗ് ഐലൻഡ് അടിച്ച് ദൂരക്കളയും. ഇങ്ങനൊരു ഓപ്പറേഷൻ പോകുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അവിടെ ഈ പറയുന്ന അറബ് രാജ്യങ്ങളെല്ലാം തയ്യാറായിട്ടിരിക്കുകയാണ്. ഇതടിച്ച് ഇറാനിലെ ഈ ഇൻഫ്രാസ്ട്രക്ചർ തീർന്നു കഴിയുമ്പോൾ ഏകദേശം 5-6 അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഇപ്പോഴത്തെ ഇറാൻ ഭരണകൂടം കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്ത്, കാരണം ആഹാരം വേണം, വെള്ളം വേണം, ഇലക്ട്രിസിറ്റി വേണം. 1 മണിക്കൂർ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ അനുഭവിക്കാൻ സംഭവം നമ്മൾക്കറിയാവുന്നതാണ്. 40 ഡിഗ്രിയാണ് ഇറാനിലെ ചൂട്. ആ സന്ദർഭത്തിൽ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല എങ്കിൽ ഡേ ആൻഡ് നൈറ്റ് ഇല്ലാതെ സ്ഥിതി ആലോചിച്ച് നോക്കണം. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മെഡിക്കൽ സർജറി നടത്താൻ പറ്റത്തില്ല.
ഈ പറയുന്ന ഹോസ്പിറ്റലിനകത്ത് അവിടെ ഒന്നും വർക്ക് ചെയ്യത്തില്ല, വല്ലാത്തൊരു കണ്ടീഷനായിട്ടങ്ങ് മാറും. അതുകൊണ്ടാണ് പറയുന്നത് 40-50 വർഷം അല്ലെങ്കിൽ 100 വർഷം ചിലപ്പോൾ ഇറാനെ പുറകോട്ടങ്ങ് നയിക്കും. ഇറാനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് തീർത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല. കാരണം അവരുടെ ടെക്നോളജിയും സാങ്ഷനൊക്കെ ആയതുകൊണ്ട് ഈ സാധനങ്ങളൊന്നുമില്ല. അതായത് അവരുടെ പവർ പ്ലാന്റ് ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാലും അതേപോലെ ബ്രിഡ്ജസ് എല്ലാം കൂടെ തകർന്നു കഴിഞ്ഞാൽ ഈ പഴയ പോലെ ഇവർക്ക് ഈ സാധനങ്ങൾ അക്യൂമുലേറ്റ് ചെയ്ത് ഇത് റീബിൽഡ് ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ പറ്റത്തില്ല. അതുകൊണ്ടാണ് തകർന്നു പോകുക. ആ സന്ദർഭത്തിൽ ഒരു കാര്യമുണ്ട്, അമേരിക്ക ഈ പറയുന്ന അലയൻസ് പാർട്ട്നേഴ്സും മറ്റുള്ള അയൽ രാജ്യങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവർ പോയത് ഹെൽപ്പ് ചെയ്തിട്ട് ഈ പറയുന്ന റിജീമിന് ഒരു പരിസമാപ്തി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ കാൽക്കുലേഷൻ. അതായത് ഇത്രമാത്രം ഹിറ്റ് കിട്ടിയിട്ടും ഇറാന് അവർ സറണ്ടർ ചെയ്യാൻ തയ്യാറല്ല. ഇതേപോലെ മിസൈല് ഈ പറയുന്ന സൗദിയിലാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളിൽ ഇസ്രായേലിലോട്ടും വിടുന്നുണ്ട്. അതവർ പല കാര്യങ്ങളും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്തൊരു കാര്യം പറഞ്ഞു, ഈ വാറ് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അവർ ഇസ്രായേലിനെ ഏൽപ്പിക്കും. പ്രത്യേകിച്ച് UAE ആണെങ്കിലും സൗദി ആണെങ്കിലും ഇൻക്ലൂഡിങ് ഖത്തർ, കുവൈറ്റ്. എനിക്ക് പറയാനുണ്ടായ കാരണം വെറുതെ പറഞ്ഞതൊന്നുമല്ല. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇനിഷ്യൽ സമയത്ത് ഈ ഇറാനിയൻ മിസൈലുകൾ പലയിടത്തും വീണ് പൊട്ടി. ഈ സമയത്ത് പെട്ടെന്ന് അമേരിക്കയാണ് ആവശ്യപ്പെടുന്നത് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ ആളുകൾക്ക് അറിയത്തില്ല പ്രോപ്പറായിട്ട്. ഇൻക്ലൂഡിങ് സൗദി ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും ഖത്തർ ആണെങ്കിലും UAE ആണെങ്കിലും. പിന്നെ ഇസ്രായേലിന് ഏകദേശം 1000-1500 പേര് വന്നിട്ടാണ് ഇതിപ്പോൾ ഓപ്പറേഷൻ നടത്തുന്നത്. അങ്ങനെയാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അതാണ് അതിൻ്റെ സ്ഥിതി. അതുകൊണ്ട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഈ വാറിന് ശേഷം പുതിയ അലയൻസ് പാർട്ട്നേഴ്സ് ഉണ്ടാവുകയാണ് ഇസ്രായേലിന് വേണ്ടി. ഇതാണ് ആ സൂചന കൊടുത്തത്. കാരണം ആ ഒരു റോളിലോട്ട് ഇസ്രായേൽ അങ്ങ് മാറുകയാണ്. അതായത് വരാൻ പോകുന്ന 12 മണിക്കൂർ, അതായത് നാളെ രാത്രി 8 മണി, അതായത് ഇന്ത്യൻ സമയം ഉണ്ടാകാൻ പോകുന്ന അറ്റാക്ക് എന്ന് പറയുന്നത്, അതായത് ഒരു രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് ഇറാൻ പോലെയുള്ള രാജ്യം. അല്ലെങ്കിൽ 10, 60, 50 വർഷമാണെങ്കിൽ ഇതിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ഇന്നൊരു വണ്ടി മൂവ് ചെയ്തില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, കുടിക്കാനുള്ള വെള്ളമില്ല. കാരണം ഇതൊക്കെ ഒരു നാച്ചുറൽ റിസോഴ്സിൽ കൂടാണ് പണ്ട് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതെല്ലാം ഉള്ള ഒരു രാജ്യത്തിന് ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതായി കഴിയുമ്പോൾ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം അതിൻ്റെ റിട്ടാലിയേഷൻ എന്ന് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ കയറി അറ്റാക്ക് ചെയ്യും. അതിൻ്റെ കാരണം എന്താ? ഓൾറെഡി UAE സൗദി അറേബ്യയും പറഞ്ഞു കഴിഞ്ഞു ഹോർമസ് തുറക്കുന്നതാണ് ഇപ്പോഴത്തെ വാറിൻ്റെ ഉദ്ദേശം. അതിലവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഖത്തർ ആണെങ്കിലും ഈ പറയുന്ന കുവൈറ്റ് ആണെങ്കിലും ഈ രാജ്യങ്ങളെല്ലാം അവർ പേരിന് സിംബോളിക്കായിട്ട് അവരും കൂടെ കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കാരണം ഈ രാജ്യങ്ങളുടെ എല്ലാം ലൈഫ് ലൈനാണ് ഹോർമസ്. അപ്പം അത് തുറക്കുക എന്നത് പറയുന്നത് ഈ രാജ്യങ്ങളുടെ 1ാം നമ്പർ അജണ്ടയാണ്. അജണ്ടയെക്കാളും ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ നാളെ നിലനിൽക്കുകയില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ ഏകദേശം 50-60 ലക്ഷം മലയാളികളുടെ ജോലിയായിരിക്കും വരാൻ പോകുന്ന 10-15 ദിവസത്തിനുള്ളിൽ ഈ സംഭവം തുറന്നില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യയിലെ സ്ഥിതി അത്ര നല്ലതൊന്നുമല്ല. നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ വളരെ മുൻകരുതലോടുകൂടി ചില കാര്യങ്ങൾ ചെയ്തു. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് LPGയും പെട്രോൾ ക്രൂഡും മറ്റുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇവിടെ ഈ പറയുന്ന അരക്ഷിതാവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. അത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ കേപ്പബിലിറ്റി തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അടുത്ത സ്ഥിതിയിലോട്ട് പോവുകയാണ്. അതായത് ഫർട്ടിലൈസർ ഏറ്റവും കൂടുതൽ വരുന്ന യൂറിയ. കാരണം ഈ സമയം നോക്കി ചൈന കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഫർട്ടിലൈസർ ഇന്ത്യയിലോട്ട് യൂറിയ അയക്കുന്ന രാജ്യമാണ്. അവരത് ബ്ലോക്ക് ചെയ്തു. ഒരു രാജ്യത്തോട്ട് അവർ അയക്കുന്നില്ല. കാരണം എല്ലാറ്റിലും ക്രൈസിസ് ഉണ്ടാകുമെന്നറിയാം. അറബ് രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരേണ്ടത്. സൾഫർ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇലക്ട്രോണിക്സ് ആണെങ്കിലും എല്ലായിടത്തും ഉപയോഗിക്കുന്ന സാധനമാണ്. ഈ പെട്രോകെമിക്കൽസ് ആണ് ഏറ്റവും കൂടുതൽ സൾഫർ ഇവിടെ വരേണ്ടത്. അതിൻ്റെ വരവ് നിലച്ചു. അപ്പം ഇത് ഇന്ത്യയുടെ ഫുഡ്, അതായത് ഇന്ത്യയുടെ ആഹാരം, അതുമായി ബന്ധപ്പെട്ട് ഈ ഫാമിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഈ ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ക്രൈസിസിലോട്ടാണ് ലോകം പോകുന്നത്, അത് ഇന്ത്യയും ബാധിക്കും. മൂഡീസ് അവരുടെ പുതിയ അനാലിസിസ് വന്നിരിക്കുന്നു. വരാൻ പോകുന്ന ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് നേരത്തെ 8.2 ആണ്. സത്യമാണ് ദൈവത്തിനറിയാം. അത് 6-ന് താഴെ പോകുമെന്നാണ്. അതായത് ഗ്ലോബലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് റിസഷൻ ഉണ്ടാകും. അത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാരണം
നമ്മുടെ ഈ പറയുന്ന അസംസ്കൃത എണ്ണയാണെങ്കിലും സംഭവങ്ങളെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. കാരണം ഇവിടെ ഒന്നും ഈ പറയുന്ന രീതിയിലൊക്കെ വളരെ ചെറിയ 10% താഴെ ഇതൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അപ്പം അത് ഇന്ത്യയും കൂടെ കാര്യമായിട്ട് ബാധിക്കുന്നു. അതിൻ്റെ പേരിലാണ് പ്രധാനമന്ത്രി ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റി CCC അത് പെട്ടെന്ന് വിളിക്കുകയും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അത് ഗ്ലോബലായിട്ട് ഈ വരാൻ പോകുന്ന 12 മണിക്കൂർ കാത്തിരിക്കുകയാണ്. അതിനുശേഷം ഇറാൻ വീഴും. അതായത് 2 or 3 അല്ലെങ്കിൽ 5 ദിവസം കഴിയുമ്പോൾ ഇറാൻ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യുമെന്ന് തന്നെയാണ് ലോകത്തിൻ്റെ വിശ്വാസം. കാരണം പിന്നീട് 9 കോടിയോളം ജനങ്ങളെ ഏത് രീതിയിലാണ് റെജീമിനെ പറഞ്ഞു കളിപ്പിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അതിനുശേഷം ഇറാൻ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ആ 12 മണിക്കൂർ കഴിയുമ്പോൾ വരാൻ പോകുന്ന 1 or 2 ദിവസം അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ ഉണ്ടാകാൻ പോകുന്ന, കാരണം ഇറാൻ രണ്ടും കൽപ്പിച്ച് ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കെതിരെ അറ്റാക്ക് ചെയ്യും. കൃത്യമായിട്ട് അവരെ അറ്റാക്ക് ചെയ്യും. കാരണം അവർക്കറിയാം അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും നശിച്ചു കഴിഞ്ഞാൽ ഈ റിജീമിന് ഫർദർ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അവരേത് രീതിയിലാണ് അത് റിട്ടാലിയേറ്ററി, അതായത് അത് എസ്കലേഷൻ ഫർദർ കംപ്ലീറ്റ് ആയിട്ട് ഡീറെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കും ഫർദറായിട്ടുള്ള അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയും അറ്റാക്ക്. ഇസ്രായേലും ഈ അറ്റാക്കിൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ കത്തിച്ച് നാശമാക്കി കളയും 100%. കാരണം അവർക്ക് ഈ പറയുന്ന 1 മാസത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വൈഡ് എക്സ്പീരിയൻസാണ് കിട്ടിയിരിക്കുന്നത്. എവിടൊക്കെയുണ്ട് കൃത്യമായിട്ട് കയറി അങ്ങ് ഹിറ്റ് ചെയ്താൽ മതി. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം കംപ്ലീറ്റ് ആയിട്ട് 50 വർഷം പുറകിലോട്ടങ്ങ് പോകും. ഉറപ്പായിട്ട് വീണ്ടും അമേരിക്കനെ ഇടപെട്ടാണ് അതിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. അതോടുകൂടി ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ കസ്റ്റഡിയിലാകാൻ പോകുന്നു. അത് നമുക്ക് കാത്തിരുന്ന് കാണാം.